കേരളത്തിൽ കാലവർഷം ഞായറാഴ്ച എത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 3 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തെക്കൻ കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അൽ അമീൻ തോട്ടുമുക്കാണ് വിവരങ്ങളുമായി ചേരുന്നത്. അൽ അമീൻ, ഞായറാഴ്ച എന്ന് പറയുമ്പോൾ കുറച്ച് വേഗത്തിലായി പോയി. അതുതന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കനത്ത ചൂടിൽ എന്ന് മഴ വരുമെന്ന് കാത്തിരുന്ന മലയാളികളോടാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് വന്നിരിക്കുന്നത്. കാലവർഷം മെയ് 19 കൂടി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ആൻഡമാൻ കടലിലും നിക്കോബാർ ദ്വീപിലും എത്തിച്ചേരുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ന് 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ 3 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഞായറാഴ്ച സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ്. ഞായറാഴ്ച യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 10 ജില്ലകളിൽ. പക്ഷേ യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടി ഓറഞ്ച് അലർട്ടിന് സമാനമായിട്ടുള്ള മഴ അത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കനത്ത ജാഗ്രത ആ അർത്ഥത്തിൽ വേണമെന്നുള്ളതാണ്. ഒപ്പം കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി 11:30 വരെ കടൽ തീരത്ത്, കേരള തീരത്ത് ശക്തമായിട്ടുള്ള കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള ജാഗ്രതയും വേണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള മഴ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഞായറാഴ്ച വരെ വ്യാപകമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാം. അലമീൻ, അതായത് ഇപ്പോൾ മഴ ശക്തമായി വരും എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ അതിശക്തമായ ചൂടായിരുന്നു. അപ്പോൾ ചൂടാണെങ്കിൽ കഠിനമായ ചൂട്, മഴയാണെങ്കിൽ ശക്തമായ മഴ, ആ ഒരു സ്ഥിതിയിലേക്ക് കാലാവസ്ഥ മാറിയിരിക്കുന്ന സമീപകാലത്ത് നമ്മൾ കണ്ടതാണ്. കാലവർഷം നേരത്തെ എത്തുമ്പോൾ കൂടുതൽ മഴ, അധികം മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഏത് രീതിയിലാകുമെന്നുള്ളത് മഴ ലഭിക്കുന്നതിന് ശേഷമായിരിക്കും മനസ്സിലാക്കാനാവുക. ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 19 അതിശക്തമായ മഴ, മെയ് 15 മുതൽ ഇന്ന് മുതൽ 19 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ, ഈ രീതിയിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള മഴ ഉണ്ടാകും, മഴ ലഭിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കണക്ക് കൂട്ടുന്നത്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി വിദർഭയിലേക്ക് ഒരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്ക് മുകളിലായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഈ ചക്രവാത ചുഴിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനമായി തന്നെയാണ് ഈ ഞായറാഴ്ചയോടുകൂടി വേനൽ മഴ എത്തുമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള മഴ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞായറാഴ്ച വരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, കേരളത്തിൽ കാലവർഷം ഞായറാഴ്ച എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യെല്ലോ അലേർട്ട് ആണ് പ്രഖ്യാപിച്ചതെങ്കിൽ പോലും ഓറഞ്ച് അലേർട്ടിന് സമാനമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അറിയിപ്പ്.